ഒരു ജീവന് വേണ്ടി ഇപ്പോൾ നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും രാത്രിയും തുടരും. 50 അടി ഖനത്തിലാണ് ഇവിടെ മണ്ണിടിച്ചിരിക്കുന്നത്. അപകടം കഴിഞ്ഞ 4ാം ദിവസമായ ഇന്ന് രാവിലെ മുതലാണ് ശക്തമായ രീതിയിൽ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. GPS സിഗ്നൽ ലഭിച്ചെടുത്ത് മെറ്റൽ ഡിറ്റക്ടറുകളും എത്തിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. 4 മണ്ണുമാന്തി യന്ത്രങ്ങളും 4-5 ടിപ്പർ ലോറികളും രക്ഷാപ്രവർത്തനത്തിലുണ്ട്. ലോറിയുടെ GPS ലൊക്കേഷൻ അവസാനം കാണിച്ചത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്താണ്. മണ്ണിടിച്ചിലിൽ 12 പേർ മരിച്ചതായിട്ടാണ് വിവരം. AC ഓൺ ചെയ്ത് ഫുൾ കവർ ചെയ്ത വണ്ടിയാണെന്നും മണ്ണ് ഉള്ളിലേക്ക് കയറാൻ സാധ്യതയില്ലെന്നുമാണ് ലോറി ഉടമ മനാഫ് പറയുന്നത്. നല്ല ബിൽഡപ്പ് ഉള്ള കരുത്തുറ്റ വണ്ടിയാണ് ഇതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ആള് സേഫ് ആയിട്ട് കാണും എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. വണ്ടിയുടെ GPS സിഗ്നൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭാഗത്തായിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏകദേശം 50 ഏക്കർ സ്ഥലത്തായി 1 ലക്ഷം ലോഡിനുള്ള മണ്ണാണ് അവിടെ ഇടിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും പ്രദേശത്തെ മണ്ണ് മാറ്റി അവിടെ തിരച്ചിൽ നടത്തുന്നത് വളരെ ദുഷ്കരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും വീണ്ടും മണ്ണിടിയുന്നതും തിരച്ചിൽ ദുഷ്കരമാക്കുകയാണ്. നേവിയും NDRFും സംയുക്തമായിട്ടാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അർജുന്റെ ലോറി അടക്കം മറ്റ് 5 വാഹനങ്ങളും ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ് എന്നാണ് നിഗമനം. ശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. എങ്കിലും അപകടം കഴിഞ്ഞ് 4ാമത്തെ ദിവസം മാത്രമാണ് ശക്തമായ രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞത് എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. കൂടുതൽ അപകടങ്ങളൊന്നും കൂടാതെ അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അർജുന്റെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ഒരു നാട് മുഴുവനും കാത്തിരിക്കുകയാണ്.